രാജാവ് സിംഹമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കാണുന്നതും ഒരു രാജാവാണ്. ഇതാണ് ചീരകളുടെ രാജാവായ ഛായ മൻസ. പപ്പായയുടെ മരച്ചീനിയുടെയൊക്കെ ഇലയോട് സാദൃശ്യമുള്ള ഇലയാണ് കേട്ടോ ഈ ചീരയ്ക്കുള്ളത്. മറ്റ് ചീരകളെ പോലെ തന്നെ ഈ ചീരയുടെയും ഇലയാണ് പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും പ്രമേഹമുള്ളവർക്കൊക്കെ ഈ ചീര ഒരു ഔഷധം തന്നെയാണ്. കൂടാതെ കാഴ്ചശക്തി വർദ്ധിക്കാനും ഓർമ്മശക്തി വർദ്ധിക്കാനും കുട്ടികളുടെ വളർച്ചയ്ക്കും ഒക്കെ ഈ ചീരയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചീരയ്ക്ക് പിന്നെ വലിയൊരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് ഹൈഡ്രജൻ സയനൈഡ്. ചീരയുടെ ഇലയിൽ വലിയ അളവിലാണ് ഹൈഡ്രജൻ സയനൈഡ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചീരയാരും പച്ചയ്ക്ക് തിന്നരുത്, തട്ടിപ്പോകും ചിലപ്പോൾ. ഒരു മൺപാത്രത്തിൽ 20 മിനിറ്റിന് മുകളിൽ തുറന്നു വെച്ച് ഈ ചീര വേവിച്ചാൽ മാത്രമേ ഇതിനുള്ളിലെ സയനൈഡിൻ്റെ അംശം പൂർണ്ണമായും പോകത്തുള്ളൂ.